الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد. ألم تر إلى الذين يزعمون أنهم آمنوا بما أنزل إليك وما أنزل من قبلك. ആരാണ് ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുനാഫിഖീങ്ങൾ. എന്താണ് ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ? ത്വാഗൂത്തിന്റെ താരീഫ് എന്താണ്? എന്താണ് ത്വാഗൂത്ത്? അല്ലാഹുവല്ലാത്തവര്? അതല്ല. താഗൂത്തിന്റെ താരീഫ് എന്താണ്? നമ്മൾ ഇടക്കിടക്ക് പറയലുണ്ടോ താഗൂത്താണെന്ന്? എന്താണ് താഗൂത്ത് പറഞ്ഞാല്? كل ما تجاوز به العبد معبودا أو متبوعا أو مطاع. كل ما تجاوز به العبد حده. ഒരടിമ അവന്റെ പരിധി വിടുന്നു. ഏതെല്ലാം കാര്യത്തിൽ? മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഇൻ. ഇബാദത്ത് ചെയ്യപ്പെടുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അനുസരിക്കപ്പെടുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ പിൻപറ്റപ്പെടുന്ന കാര്യത്തിൽ. ആ കാര്യത്തിൽ പരിധി വിട്ടിട്ട് അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവരോട് ആ കാര്യത്തിൽ പരിധി വിട്ട് അനുസരിക്കുക, അള്ളാഹു അല്ലാത്തവർ പരിധി വിട്ടിൽ പിൻപറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നത് പോലെ മറ്റുള്ളവർ പിൻപറ്റുക. ആ കാര്യങ്ങളൊക്കെ പരിധി വിടുക. അതിനാണ് താഗൂത്ത് എന്ന് പറയുക. قال رحمه الله: باب من جحد شيئا من الأسماء والصفات. من جحد شيئا من الأسماء والصفات. അസ്മാകളിലോ സിഫാത്തിലോ പെട്ടെന്തെങ്കിലും ഒന്നിനെ ജഹദ് ചെയ്യുക. ആരാണോ അള്ളാഹുവിൻ്റെ അസ്മാകളെ പെട്ടത് ഏതെങ്കിലും ഒരു ഇസ്മിന്, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫത്തിന് ആരാണോ നിഷേധിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ബാബാണ്. ഖാല അൽ ജഹദു അൽ ഇൻകാർ. എന്താണ് ജഹദ് എന്ന് പറഞ്ഞാൽ? ഇൻകാർ എന്നർത്ഥം, എതിർക്കുക. മൻ ജഹദ ഐ മൻ അൻകറ. മൻ ജഹദ ഐ മൻ അൻകറ. ഇൻകാർ എന്നുള്ളത് രണ്ട് തരത്തിലാണ്. അല്ലാഹുവിന്റെ അസ്മായിൽപ്പെട്ട പേരുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേര്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫത്തിനെ ആരെങ്കിലും എതിർക്കുക, അത് കുഫ്റായിത്തീരും. അത് കുഫ്റല്ലാത്തതുമുണ്ട്. അൽ ഇൻകാറു നൗആൻ. ഇൻകാർ എന്നുള്ളത് രണ്ട് തരത്തിലാണ്. ഒന്നാമത്തത് ഇൻകാറു തക്ദീബ്. ഇൻകാറു തക്ദീബിൻ. തക്ദീബിന്റെ ഇൻകാർ എന്ന് വെച്ചാൽ കളവാക്കുക. അല്ലാഹുവിന്റെ അസ്മായിൽപ്പെട്ടത് ഏതെങ്കിലും ഒരു ഇസ്മിനെ കളവാക്കുക, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി നിഷേധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട ഏതെങ്കിലും സിഫത്തിനെ പൂർണ്ണമായിട്ട് നിഷേധിക്കുക, അല്ലെങ്കിൽ അതിനെ കളവാക്കുക. അതാണ് ഇൻകാറു തക്ദീബ്. അതിന് ഹുക്ം എന്താണ്? വഹാദ കുഫ്റുൻ ബിലാ ശക്ക്. ഹാദ കുഫ്റുൻ ബിലാ ശക്ക്. ആ തരത്തിലുള്ള ഇൻകാർ, കളവാക്കുന്ന തരത്തിലുള്ള ഇൻകാർ കുഫ്റാണ്. ഫലോ അന്ന അഹദൻ അൻകറ ഇസ്മൻ മിൻ അസ്മാഇല്ലാഹ് ഔ സിഫതൻ മിൻ സിഫാത്തില്ലാഹ് ഫഹുവ കാഫിറുൻ ബിഇജ്മാഇൽ മുസ്ലിമീൻ. ഏതെങ്കിലും ഒരു വ്യക്തി അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട ഒരു ഇസ്മിനെ നിഷേധിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫത്തിനെ നിഷേധിച്ചു, അവൻ കാഫിറാണെന്ന കാര്യത്തിൽ മുസ്ലിമുകളുടെ ഇജ്മാ ഉണ്ട്. ഇതിനാണ് ഇൻകാറു തക്ദീബ്. രണ്ടാമത്തേന് ഇൻകാറാണ് ഇൻകാറു തഅ്വീൽ. ഇൻകാറു തഅ്വീൽ. തഅ്വീലിൻ ഇൻകാർ, വ്യാഖ്യാനം ചെയ്യാം.
അവിടെ യഥാർത്ഥത്തിൽ അവൻ ഇൻകാർ ചെയ്യുന്നില്ല, പക്ഷെ അതിനെ തഅ്വീൽ ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇസ്മ അല്ലെങ്കിൽ ഒരു സിഫത്ത് പറഞ്ഞു, ആ സിഫത്തിനെ വേറൊരു അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നു. അതിനാണ് ഇൻകാറു തഅ്വീൽ എന്ന് പറയാം. അപ്പൊ ലാഹിറായിട്ട് അല്ലാഹു തആലയുടെ ഒരു സിഫത്തിന് ഒരു അർത്ഥമുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് പറയാം, യദുല്ലാഹി ബൽ യദാഹു മബ്സൂത്തത്താൻ, അള്ളാഹുവിന്റെ രണ്ട് കൈകളും തുറന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കൈ എന്നുള്ളത് ലാഹിറായിട്ടുള്ള അർത്ഥം എന്താണ്? കൈയാണ്. കൈ എന്ന് വെച്ചാൽ കൈയാണ്. പക്ഷെ ആ കൈയിനെ ലാഹിറായ അർത്ഥത്തിൽ നിന്ന് മാറ്റി വേറൊരർത്ഥത്തിൽ പറയും. ഉദാഹരണത്തിന് പറയും, അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അള്ളാഹുവിന്റെ നിയമത്താണ്, അള്ളാഹുവിന്റെ നിയമത്താണ്. അതിനാണ് തഅ്വീൽ എന്ന് പറയാം. അപ്പൊ ആ തഅ്വീൽ രണ്ട് തരത്തിലാണ്. തഅ്വീൽ എന്നുള്ളത് രണ്ട് തരത്തിലാണ്. അതിൽ ഒന്നാമത്തത് അൻ യകൂന ലിത്തഅ്വീലി മുസ്തഗി ഫിൽ ലുഗൽ അറബിയ്യ, അറബി ഭാഷയിൽ അതിന് ന്യായീകരിക്കാൻ പറ്റുന്ന അർത്ഥമാണ് എങ്കിൽ ആ തഅ്വീൽ എന്തല്ല, കുഫറല്ല. ഉദാഹരണം പറഞ്ഞുതരാം. അതിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ആയത്ത്, ബൽ യദാഹു മബ്സൂത്തത്താൻ. അവിടെ യദ് എന്നുള്ളത് കൈയാണ് ലാഹിറായിട്ട്, പക്ഷെ അതിനെ ഒരാൾ തഅ്വീൽ ചെയ്തിട്ട് കൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം യദാഹു, അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അള്ളാഹുവിന്റെ നിഅമത്താണ് എന്നൊരാള് വ്യാഖ്യാനിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കൈ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിഅമത്താണെന്ന് വ്യാഖ്യാനിച്ചു. അറബി ഭാഷയിൽ കൈ എന്നതിനർത്ഥം നിഅമത്ത് എന്നുണ്ട്, നിഅമത്ത് എന്നൊരർത്ഥമുണ്ട്. എന്നൊരർത്ഥം വെക്കാം. അത് ആ തഅ്വീൽ എന്താണ്? വ്യാഖ്യാനം ന്യായീകരിക്കപ്പെടുന്നതാണ്. നീതിപൂർവമായിട്ടുള്ള ഒരു വശം അതിലുണ്ട്. കാരണം അറബി ഭാഷയിൽ യദ് എന്നുള്ളതിന് നിഅമത്ത് എന്നും അർത്ഥം പറയും. അപ്പൊ ആ തഅ്വീല് കൊണ്ട് ആ വ്യക്തി കാഫിറായി തീരൂല. ആ തഅ്വീൽ കൊണ്ട് ആ വ്യക്തി എന്തല്ല, കാഫിറാകുന്നതല്ല, അത് കുഫറല്ല. അപ്പൊ അറബി ഭാഷയിൽ അതിന്, ആ തഅ്വീലിന് ന്യായീകരണമുണ്ട്. ഇനി രണ്ടാമത്തെ തരം തഅ്വീൽ അല്ലാ യകൂന ലഹു മുസ്തഗ്ഫിൽ ഫിൽ ലുഗൽ അറബിയ്യ, അറബി ഭാഷയിൽ ഒരു തരത്തിലുള്ള ന്യായീകരണവും പറയാൻ പറ്റാത്ത തരത്തിലുള്ള തഅ്വീൽ. അങ്ങനത്തെ തഅ്വീലാണ് ആൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഹുക്മ് കുഫ്റാണ്. കാരണം ആ ഒരു തഅ്വീൽ കൊണ്ട് അവൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? ആ ഹഖീഖത്തിനെ നിഷേധിക്കുകയാണ്, അല്ലെങ്കിൽ കളവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് അല്ലാഹു തആല പറഞ്ഞു, തജ്രി ബി അയുനിന. അവിടെ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ അത് സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം. തജ്രി ബി അയുനിന. അപ്പൊ അതിനൊരാൾ അർത്ഥം പറഞ്ഞത് തജ്രി ബി അറാദീന, നമ്മുടെ ഭൂമിയിലൂടെ അത് സഞ്ചരിക്കുന്നു. അപ്പൊ അവിടെ ഈ അയുനിന എന്നുള്ളത് അറാദീന തമ്മിൽ യാതൊരു ബന്ധവുമില്ല അറബി ഭാഷയിൽ. അപ്പൊ അങ്ങനെ തരത്തിൽ തഅ്വീലാണ്. ആ തഅ്വീൽ കൊണ്ട് ആൾ കാഫിറായി തീരും. കാരണം അവിടെ പൂർണ്ണമായിക്കൊണ്ട് അതിനെ നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഫഹാദ കാഫിറുൻ ലിഅന്നഹു നഫാഹ നഫിയൻ മുത്ലഖൻ ഫഹാദ മുകദ്ദിബ്. ഇങ്ങനെയാണ് തഅ്വീൽ രണ്ട് തരത്തിലുള്ളത്. ഒന്നാമത്തത് ഇൻകാറു തക്ദീബ്. ഇൻകാറിന്റെ രണ്ട് ഇനങ്ങൾ പറഞ്ഞു, ഇൻകാറു തക്ദീബ്, ഇൻകാറു തഅ്വീൽ. ഇൻകാറു തഅ്വീൽ രണ്ട് തരത്തിൽ. അതിലൊന്ന് കുഫ്റായി തീരും. قال رحمه الله وقول الله تعالى وهم يكفرون بالرحمن وهم يكفرون بالرحمن. അവർ അർറഹ്മാനിനെ നിഷേധിക്കുന്നു, അവർ അർറഹ്മാനിൽ അവിശ്വസിക്കുന്നു. അപ്പൊ അല്ലാഹു തആലയുടെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുക എന്നുള്ളത് കിതാബ് തൗഹീദിൽ വരാനുള്ള കാരണം എന്താണ്? അതായത് ആരാണോ അല്ലാഹു തആലയുടെ ഏതെങ്കിലും ഒരു ഇസ്മിനെയോ അല്ലെങ്കിൽ സിഫത്തിനെയോ നിഷേധിച്ചത്, അവന്റെ തൗഹീദ് പൂർണ്ണമല്ല എന്നർത്ഥം. അവന്റെ തൗഹീദിൽ പോരായ്മയുണ്ട്. അന്ന ജുഹൂദൽ അസ്മാ വസിഫാത്ത് ഖലലുൻ ഫി തൗഹീദ്. തൗഹീദിലുള്ള ഖലലാണ്, പോരായ്മയാണത്.
അസ്മാകളെ അല്ലെങ്കിൽ സിഫത്തിനെ നിഷേധിക്കുക. മൻ ജഹദ ശൈഅൻ മിനൽ അസ്മാഇ വസ്സിഫാത്ത് അഖല്ല ബിതൗഹീദിഹി, ആരാണോ അള്ളാഹുവിൻ്റെ അസ്മാകൾപ്പെട്ട ഏതെങ്കിലും ഒരു ഇസ്മിനെയോ സിഫാത്തുകൾപ്പെട്ട ഏതെങ്കിലും സിഫത്തിനെയോ നിഷേധിച്ചത്, അവൻ അവൻ്റെ തൗഹീദിൽ പോരായ്മ വരുത്തി. ലിഅന്ന മിൻ കമാലി തൗഹീദ് അൽ ഈമാൻ ബികമാലിൽ മുവഹദ്, തൗഹീദിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് മുവഹദിനോടുള്ള പൂർണ്ണമായ ഈമാൻ. മുവഹദ് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പൂർണ്ണമായ ഈമാൻ എന്നത് തൗഹീദിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. വഇൻദ അൻ തുൻഖിസ ശൈഅൻ മിനൽ അസ്മാഇ വസ്സിഫാത്ത്, അപ്പോൾ നീ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു അസ്മായിലോ അല്ലെങ്കിൽ സിഫാത്തിലോ പോരായ്മ വരുത്തി കഴിഞ്ഞാൽ നിന്റെ തൗഹീദിന്റെ പൂർണ്ണതയിലാണ് അത് പോരായ്മ വരുത്തുന്നത്. അപ്പൊ നിന്റെ തൗഹീദ് പൂർണ്ണമല്ല. ഖാല വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അർറഹ്മാനിൽ അവർ അവിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശം? അവർ അള്ളാഹുവിൽ അവിശ്വസിക്കുന്നു എന്നല്ല, നേരെ മറിച്ച് ബി ഇസ്മിർ റഹ്മാൻ, അർറഹ്മാൻ എന്ന അള്ളാഹുവിന്റെ പേരിൽ ഇസ്മിൽ അവർ അവിശ്വസിക്കുന്നു. വഹും യക്ഫുറൂന ബിർറഹ്മാൻ ഐ ബി ഇസ്മിർ റഹ്മാൻ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്നവരല്ല, അള്ളാഹുവിന്റെ വുജൂദിനെ നിഷേധിക്കുന്നവരല്ല, പക്ഷേ അള്ളാഹുവിന്റെ അർറഹ്മാൻ എന്ന ഇസ്മിനെയാണ് അവർ നിഷേധിക്കുന്നത്, അതിലാണ് അവർ അവിശ്വസിക്കുന്നത്. വഇല്ല ഫലം യക്ഫുറു ബിവുജൂദില്ലാഹ് വറുബൂബിയത്തില്ലാഹ് കഫറു ബിഉലൂഹിയതിഹി വകഫറു കദാലിക ബിസ്മിർ റഹ്മാൻ. അപ്പോൾ ഈ മുശ്രിക്കീങ്ങൾ അല്ലെങ്കിൽ ഈ അള്ളാഹുവിന്റെ ഇസ്മുകളെ നിഷേധിക്കുന്നവർ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ ഉലൂഹിയത്തിൽ കുഫ്ർ കാണിക്കുന്നവരാണ്. അതേപോലെ അർ-റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ അവിശ്വസിക്കുന്നവരാണ്. വലം യസ്ബുത അന്ന കുഫാറ ഖുറൈശ് അൻകറുൽ അസ്മാ വസിഫാത്ത് ഇല്ലാ ഇസ്മർ റഹ്മാൻ. ഖുറൈശികൾ, കാഫിര്യങ്ങളായ ഖുറൈശികൾ അള്ളാഹു തആലയുടെ അസ്മാകളെ സിഫാത്തുകളെയും നിഷേധിച്ചതായി കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഏത് ഇസ്മൊഴിച്ച്? അർ-റഹ്മാൻ എന്ന ഇസ്മൊഴിച്ച്. അർ-റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ കുഫാർ ഖുറൈശികൾ നിഷേധിച്ചിരുന്നു, കളവാക്കിയിരുന്നു. മഅ അന്നഹും ഇസ്തയഖനൂഹാ ബിഖുലൂബിഹിം, എന്നാൽ അവരുടെ മനസ്സിൽ ആ പേരിന്റെ കാര്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കറിയാമായിരുന്നു. കാരണം ഫജാൻ ബഅദിഹിം അന്നഹു കാനൂ യുസ്ബിതൂന ഇസ്മർ റഹ്മാൻ ലില്ലാഹി ഫി അശ്ആരിഹിം, ആ കാലത്തുണ്ടായിരുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില കവികൾ അവരുടെ കവിതകളിൽ അർ-റഹ്മാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിരുന്നു. പിന്നെന്തുകൊണ്ടാണ് അവരെ അതിനെ നിഷേധിച്ചത്? ഇന്നമാ അൻകറൂഹു അലാ റസൂലില്ലാഹ് ഇനാദൻ വസ്തിക്ബാറൻ വതഅന്നുതൻ, അഹങ്കാരം കൊണ്ടും പിടിവാശി കൊണ്ടും ദുർവാശി കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഹങ്കാരം കൊണ്ടും ഒക്കെയാണ് അവരതിനെ നിഷേധിച്ചത്. വഇല്ലാ ഫഹും യുസ്ബിതൂനൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും അവർ സ്ഥിരപ്പെടുത്തിയിരുന്നു, അതിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ നിഷേധിച്ചത് അർ-റഹ്മാൻ എന്ന സിഫത്തിനെയാണ്, അർ-റഹ്മാൻ എന്ന ഇസ്മിനെയാണ് അവർ നിഷേധിച്ചത്. അപ്പോൾ അല്ലാഹു തആലയുടെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുന്നവരെ പറയുന്നത് എന്താണ്? അൽ മുഅത്തില, അൽ മുഅത്തില എന്നാണ് പൊതുവായിട്ടുള്ളവരുടെ പേര്. അൽ മുഅത്തില, അൽ ജാഹിദൂന ലിൽ അസ്മാഇ വസ്സിഫാത്ത് യുസമ്മൂൻ അൽ മുഅത്തില, അതവർക്ക് പൊതുവായിട്ടുള്ള പേരാണ്. വഹും സലാസത്തു അഖ്സാം, അവർ 3 വിഭാഗങ്ങളാണ്. മുഅത്തില എന്നുള്ളത് അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുന്നവർ 3 വിഭാഗങ്ങളാണ്. അതിലൊരു ഒന്നാമത്തെ വിഭാഗമാണത് അൽ ജഹ്മിയ, രണ്ടാമത്തെ വിഭാഗം അൽ മുഅ്തസില, മൂന്നാമത്തത് അൽ അശാഇറ. അൽ ജഹ്മിയ വൽ മുഅ്തസില വൽ അശാഇറ, ഇവരെ മൊത്തത്തിൽ മുഅത്തില എന്ന് പറയും. ഒന്നാമത്തെ വിഭാഗം അൽ ജഹ്മിയ, അവരുടെ നേതാവ് അൽ ജഹ്മ് ഇബ്നു സഫ്വാൻ എന്നറിയപ്പെടുന്ന ആളാണ്. അൽ ജഹ്മു ബിൻ സഫ്വാൻ, അയാളാണ് ജഹ്മിയാക്കളുടെ നേതാവ്. ഏറ്റവും ആദ്യമായി കൊണ്ട് ആ വാദം കൊണ്ടുവന്നത്. അള്ളാഹുവിന്റെ അസ്മാകളെ സിഫാത്തുകളെ സംബന്ധിച്ച് ജഹ്മിയാക്കളുടെ വിശ്വാസം എന്താണ്?
അൽ ജഹ്മിയ അല്ലദീന അൻകറു അൽ അസ്മാ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുന്നവരാണ് ജഹ്മിയാക്കൾ. അൻകറു അൽ അസ്മാ വസ്സിഫാത്ത്, മൊത്തം എല്ലാ അസ്മാകളെയും അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും നിഷേധിക്കുന്നവരാണ് ജഹ്മിയാക്കൾ. രണ്ടാമത്തെ വിഭാഗം അൽ മുഅ്തസില, അവരെ വിശ്വാസം അല്ലദീന അൻകറു സിഫാത്ത്, സിഫത്തുകൾ അവർ നിഷേധിക്കുന്നു. വഅസ്ബത്തുൽ അസ്മാ, പക്ഷെ അള്ളാഹുവിന്റെ അസ്മാകൾ അവർ സ്ഥിരപ്പെടുത്തും. അതാണ് മുഅ്തസില. അള്ളാഹുവിന്റെ സിഫത്തുകളെ പൂർണ്ണമായും നിഷേധിക്കുന്നു, എന്നാൽ അള്ളാഹുവിന്റെ അസ്മാകളെ ഇസ്മുകളെ സ്ഥിരപ്പെടുത്തുന്നു. വാസിൽ ഇബ്നു അത്താ എന്ന് പറയുന്ന ആളുടെ പിൻപറ്റിയിട്ടുള്ളവരാണ് മുഅ്തസിലിയാക്കൾ. വാസിൽ ഇബ്നു അത്താ, വാസിൽ ഇബ്നു അത്താ സിഫത്തുകളെ പൂർണ്ണമായി നിഷേധിക്കുന്നവരാണ്. അതേപോലെ അസ്മാകളെ സ്ഥിരപ്പെടുത്തും. മൂന്നാമത്തെ വിഭാഗം അൽ അശാഇറ, അശരിയാക്കൾ. അൽ അശാഇറ വഹും അത്ബാഉ അബുൽ ഹസൻ അലി ബിൻ ഇസ്മാഈൽ അൽ അശരി. അബുൽ ഹസൻ അലി ബിൻ ഇസ്മാഈൽ അൽ അശരി, അയാളെ പിൻപറ്റിയിട്ടുള്ള ആളുകളാണ് അശാഇറ. അൽ അശരി, അശാഇറ, അൽ അശരിയ. അബുൽ ഹസൻ അലി ബിൻ ഇസ്മാഈൽ അൽ അശരി الذي تاب من هذه الفكرة تاب منه. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ അശരിയ എന്ന് പറയുന്ന ഈ ഫിക്രത്തിൽ നിന്ന് തൗബ ചെയ്തിട്ടുണ്ട്, അബുൽ ഹസൻ അൽ അശരി. പക്ഷേ അയാളെ പിൻപറ്റിയിട്ടുള്ളവർ അശരിയാക്കളാണ്. അവരുടെ വിശ്വാസം ഹൗലായി അൻകറു സിഫാത്ത് ഇല്ലാ സബ്ഉ സിഫാത്ത്, സിഫത്തുകളിൽ 7 സിഫത്തുകളെ ഒഴിച്ച് ബാക്കി എല്ലാ സിഫത്തിനെയും നിഷേധിക്കുന്നവരാണ് അശരിയാക്കൾ. 7 സിഫത്തുകളെ മാത്രമാണ് അവർ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്, ബാക്കി എല്ലാ സിഫത്തുകളെയും നിഷേധിക്കുന്നവരാണ്. ഇനി അസ്മായുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാ അസ്മാകളെയും സ്ഥിരപ്പെടുത്തുന്നവരാണ്. ഫഹും അസ്ബത്തുൽ അസ്മാ വസബ്ഉ സിഫാത്ത് വഅൻകറുൽ ബാഖി. അസ്മാകളെല്ലാം സ്ഥിരപ്പെടുത്തുന്നു, സിഫത്തുകളിൽ 7 സിഫത്തുകളെ മാത്രം സ്ഥിരപ്പെടുത്തി ബാക്കി സിഫത്തുകൾ അവർ നിഷേധിക്കുന്നു. ഇങ്ങനെ 3 വിഭാഗങ്ങളാണ് അൽ മുഅത്തില എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. അതിൽ ജഹ്മിയാക്കളാണെങ്കിൽ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളെയും എല്ലാ അസ്മാകളെയും പൂർണ്ണമായി നിഷേധിക്കുന്നവരാണ് ജഹ്മിയ. മുഅ്തസില അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളെയും നിഷേധിക്കുന്നു, എന്നാൽ അസ്മാകളെ സ്ഥിരപ്പെടുത്തുന്നു. ഇനി അശരികളാണെങ്കിൽ അള്ളാഹുവിന്റെ എല്ലാ അസ്മാകളെയും സ്ഥിരപ്പെടുത്തുന്നു, സിഫത്തിൽ 7 സിഫത്തുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സിഫത്തുകളെയും അവർ നിഷേധിക്കുന്നു. വഹൗലാഇ അല്ലദീന അത്വലുൽ അസ്മാ വസ്സിഫാത്ത് അത്വലുഹാ ഹുറൂബൻ മിന തശ്ബീഹ്. അപ്പോൾ ഈ 3 വിഭാഗങ്ങളും എന്തുകൊണ്ടാണ് ഒന്നുകിൽ അസ്മാകളെ അല്ലെങ്കിൽ സിഫത്തുകളെ നിഷേധിക്കുന്നത്? അത് അവരുടെ വാദപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തശ്ബീഹിൽ നിന്ന് സുരക്ഷിതനാക്കാനാണ്. ആ തശ്ബീഹ് ചെയ്യപ്പെടുന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ അസ്മാകളെ സിഫത്തുകളെ നിഷേധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്ത്, അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയാം അള്ളാഹുവിന്റെ കൈ, ആ കൈയിന് എന്ന് പറയുന്ന സിഫത്തിനെ നിഷേധിക്കുന്നവരാണ് പിന്നെ ജഹ്മിയാക്കൾ. എന്തുകൊണ്ടാണ് അവർ നിഷേധിക്കുന്നത്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കൈയുണ്ടെന്ന് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന് മഖ്ലൂക്കായ മറ്റു സൃഷ്ടികൾക്കും കൈയുണ്ട്, അപ്പോൾ അവിടെ തശ്ബീഹ് സംഭവിക്കും, സാദൃശ്യം സംഭവിക്കും. ആ സാദൃശ്യം ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചേർന്നതല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ അസ്മാകൾ അല്ലെങ്കിൽ സിഫത്തുകളെ നിഷേധിക്കുന്നത്. ഖാലൂ ലൗ അസ്ബത്നാഹാ ലശബ്ബഹ്ന അല്ലാഹ ബിഖൽഖിഹി. അവർ പറഞ്ഞു നമ്മൾ അവരുടെ അസ്മാകളെയും സിഫത്തുകളെയും സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി കൊണ്ട് സാദൃശ്യപ്പെടുത്തലാകും. ഹാദിഹി ഹുജ്ജത്തുഹും അന്നഹും ലൗ അസ്ബതു ലശബ്ബഹു. ഇതാണ് അവരുടെ ഹുജ്ജ. അസ്മാകളെ സിഫാത്തിൽ നിഷേധിക്കാൻ അവർ പറഞ്ഞിട്ടുള്ള ന്യായം അതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവർ തശ്ബീഹിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അസ്മാകളെ നിഷേധിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ
തശ്ബീഹ് ചെയ്തിട്ടാണ് അതിനെ നിഷേധിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുന്നവർ ഏറ്റവും ആദ്യം അതിനെ തശ്ബീഹ് ചെയ്യുന്നുണ്ട്. ആ തശ്ബീഹ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് അതിനെ നിഷേധിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? അല്ലാഹുവിന്റെ സിഫത്തിനെ അല്ലെങ്കിൽ അസ്മാനെ നിഷേധിക്കുന്ന ജഹ്മിയാക്കൾ ആ കൈ എന്ന് പറയുന്ന സിഫത്തിന് എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത്? നിഷേധിക്കാനുള്ള കാരണം എന്താണ്? തശ്ബീഹ് സംഭവിക്കും. അപ്പൊ അവരാദ്യം തശ്ബീഹ് ചെയ്തു, പിന്നെ അതിന്റെ പേര് പറഞ്ഞവർ നിഷേധിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ നിഷേധിക്കുന്ന ആളുകൾ ആദ്യത്തിൽ തശ്ബീഹ് ചെയ്യുന്നുണ്ട്. തശ്ബീഹ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ നിഷേധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത് കുല്ലു മുഅത്തിൽ മുശബ്ബിഹ്, കുല്ലു മുഅത്തിൽ മുശബ്ബിഹ്. അസ്മാഅ സിഫാത്തുകൾ നിഷേധിക്കുന്ന മുഅത്തിലാക്കൾ എല്ലാം മുശബ്ബിഹാക്കളാണ്. അതേപോലെ തന്നെ ഫകുല്ലു മുശബ്ബിഹ് മുഅത്തിൽ, അള്ളാഹുവിന്റെ സിഫത്തുകളെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ സിഫത്തുമായി സാദൃശ്യപ്പെടുത്തുന്ന എല്ലാവരും അതിനെ നിഷേധിക്കുകയും ചെയ്യും. കുല്ലു മുശബ്ബിഹ് മുഅത്തിൽ വകുല്ലു മുഅത്തിൽ മുശബ്ബിഹ്. فهؤلاء الذين عطلوا الأسماء والصفات عطلوها هروبا من التشبيه. قالوا لو أثبتناها لشبهنا الله بخلقه. هذه حجتهم أنهم لو أثبتوا لشبهوا. فهم شبهوا أولا ثم عطلوا. فهم شبهوا أولا. ആദ്യം അവർ അതിനെ തശ്ബീഹ് ചെയ്തു, സാദൃശ്യപ്പെടുത്തി. ثم عطلوا, പിന്നെ അതിനെ നിഷേധിച്ചു. അതായത് ആ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിച്ചു. والذين شبهوا الله بخلقه المشبهة عطلوه عن المعنى الحقيقي وصفاته فلذلك هم معطلة في الحقيقة. യഥാർത്ഥത്തിൽ എല്ലാ മുഷബ്ബിഹാക്കളും മുഅത്തിലാക്കളാണ് യഥാർത്ഥത്തിൽ. കാരണം അവർ ഏറ്റവും ആദ്യം അള്ളാഹുവിന്റെ സിഫത്തുകളെ അള്ളാഹു അല്ലാത്ത അവന്റെ സൃഷ്ടികളുടെ സിഫത്തുമായി കൊണ്ട് സാദൃശ്യപ്പെടുത്തി. അങ്ങനെ ഒരിക്കലും സാദൃശ്യപ്പെടുത്തുക എന്നുള്ളത് പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന് അർഹിക്കുന്ന രീതിയിലുള്ള സിഫത്തുകളാണുള്ളത്. അവന്റെ ജലാലത്തിന് യോജിച്ച സിഫത്തുകളാണ്, മനുഷ്യരുടെ സിഫത്തുകൾ പോലെയല്ല. അല്ലദീ ഖാല അല്ലാഹു ലഹു സിഫാത്തുൻ കസിഫാതിന, ഇങ്ങനെ പറയുന്ന ആളുകൾ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സിഫാത്തുണ്ട്, അത് നമ്മുടെ സിഫത്ത് പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട്, അത് നമ്മുടെ കൈ പോലെയാണ് എന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥത്തെ അല്ലെങ്കിൽ അതിന്റെ മഅനയെ തഅ്തീൽ ചെയ്തു, അതിനെ നിഷേധിച്ചു. ഫകുല്ലു മുശബ്ബിഹ് മുഅത്തിൽ വകുല്ലു മുഅത്തിൽ മുശബ്ബിഹ്. طيب كيف يناقش هؤلاء المعطلة بعد أن يذكر لهم الأدلة سيؤولون الأدلة. അതായത് ഇത്തരത്തിൽ അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളൊക്കെ നിഷേധിക്കുന്നവരോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക, അവരോട് എങ്ങനെയാണ് ചെറിയ രീതിയിലുള്ളൊരു മുനാഖഷ നടത്തുക, ഒരു വാദപ്രതിവാദം നടത്തുന്നത്? അപ്പൊ ഏറ്റവും ആദ്യം അവരുടെ അടുക്കൽ ശറഈയായിട്ടുള്ള തെളിവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ശറഈയായ തെളിവുകളെ ആൾ എന്ത് ചെയ്യും? തഅ്വീൽ ചെയ്യും. തെളിവുകൾ തഅ്വീൽ ചെയ്യും. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞു യദുല്ലാഹിം ബൽ യദാഹു മബ്സൂതതാൻ, ആ യദിനെ അവർ നേരെ കൊണ്ടുപോയി നിഅമത്താണെന്ന് പറയും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുദ്റത്താണെന്ന് പറയും. നേരെ ഒറ്റയടിക്ക് തഅ്വീൽ ചെയ്ത് കളയും. അപ്പൊ അങ്ങനത്തെ ആളുകളോട് എങ്ങനെയാണ് നമ്മൾ മുനാഖഷ നടത്തുന്നത്? യഖൂലൂൻ അല്ലാഹു അറാദ ബിഹാ കദാ വകദാ. അപ്പോൾ അവൻ പറയും യദ് എന്നുകൊണ്ട് അല്ലാഹു തആല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ കാണുന്ന കൈയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം അൽ അശാഇറ. കമാ ദക്കറ ശൈഖുൽ ഇസ്ലാം ഖാഇദ നറദ്ദു ബിഹാ അൽ അശാഇറ. അശാഇറകളോട് പറയപ്പെടേണ്ട, അവർക്ക് റദ്ദായി കൊടുക്കേണ്ട ഒരു ഖായിദ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുഅ്തസിലിയാക്കൾക്കും ജഹ്മിയാക്കൾക്കും ഓരോ ഖായിദകൾ അവർക്കുള്ള റദ്ദായിക്കൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് അൽ അശാഇറ. അശരികളുടെ വിശ്വാസം എന്താണ്? അസ്മായുടെ കാര്യത്തിൽ എല്ലാ അസ്മാകളെയും സ്ഥിരപ്പെടുത്തുന്നു, സിഫത്തിന്റെ കാര്യത്തിൽ 7 സിഫത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സിഫത്തുകളെയും നിഷേധിക്കുന്നു. അപ്പൊ അവർക്കുള്ള ഖായിദ എന്താണ്? അവർക്കുള്ള റദ്ദിന്റെ ഖായിദ ഖാല ഹിയൽ ഖൗലു ഫീ ബഅദി സിഫാത്ത് കൽ ഖൗൽ ഫീ ബഅദിൽ ആഖർ. ഹാദിഹി ഖായിദ. അതായത് അശരികൾ പറഞ്ഞു ചില സിഫത്തുകൾ അവർ നിഷേധിച്ചു, 7 സിഫത്തുകൾ വെച്ച് ബാക്കിയെല്ലാ സിഫത്തുകളെ അവർ നിഷേധിച്ചു. അപ്പൊ അവർക്കുള്ള ഖായിദ എന്താണ്? അവർക്കുള്ള മറുപടി
ചില സിഫത്തുകൾക്കെതിരെ സംസാരിക്കുന്നത് മറ്റു സിഫത്തുകൾക്കെതിരെയും സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പൊ അവര് 7 സിഫത്തുകളെ സ്ഥിരപ്പെടുത്തി, പക്ഷെ ബാക്കിയുള്ള സിഫത്തുകളെ നിഷേധിച്ചു. ആ സിഫത്തുകൾ നിഷേധിക്കുന്നത് ബാക്കി 7 സിഫത്തുകൾ നിഷേധിക്കുന്ന പോലെ തന്നെയാണ്. ഇതാണ് ഖായിദ, അശരിയാക്കൾക്കുള്ള ഖായിദ. ഇനി രണ്ടാമത്തെ ഖായിദ മുഅ്തസിലിയാക്കൾക്കെതിരുള്ളത്. മുഅ്തസിലിയാക്കളുടെ വിശ്വാസം എന്താണ്? അവര് അള്ളാഹുവിന്റെ അസ്മാകളെ സ്ഥിരപ്പെടുത്തുന്നു, എല്ലാ സിഫത്തുകളെയും നിഷേധിക്കുന്നു. അവർക്കെതിരെയുള്ള ഖായിദ അൽ ഖൗലു ഫി സിഫാത്ത്, സിഫത്തിനെതിരെയുള്ള സംസാരം അല്ലെങ്കിൽ സിഫത്തിനെ നിഷേധിക്കുക എന്നുള്ളത് ഏതുപോലെയാണ്? കൽ ഖൗൽ ഫിൽ അസ്മാ, അസ്മാകളെ നിഷേധിക്കുന്ന പോലെ തന്നെയാണ്. അല്ലെ അസ്മാ അള്ളാഹുവിന്റെ പേരുകൾക്കെതിരെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾക്കെതിരെയുള്ള സംസാരം. അള്ളാഹുവിന്റെ അസ്മാകളെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ നിഷേധിക്കുന്നത് പോലെ തന്നെയാണ് അള്ളാഹുവിന്റെ അസ്മാകളെയും നിഷേധിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഖായിദ അലൽ ജഹ്മിയ, ജഹ്മിയാക്കൾക്കെതിരെയുള്ള ഖായിദ. ജഹ്മിയാക്കളുടെ വിശ്വാസം എല്ലാ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുന്നവരാണ്. അൽ ഖൗൽ ഫിൽ അസ്മാഇ വസിഫാത്ത് കൽ ഖൗൽ ഫിദ്ദാത്ത്. അള്ളാഹുവിന്റെ അസ്മാക്കൾക്കെതിരെ സിഫാത്തുകൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് അതിനെ നിഷേധിക്കുക എന്നുള്ളത് ദാത്തിനെ നിഷേധിക്കുന്ന പോലെയാണ്. അള്ളാഹുവിന്റെ ദാത്ത് അതിനെ നിഷേധിക്കുന്ന പോലെയാണ് അള്ളാഹുവിന്റെ അസ്മാകളെയും അള്ളാഹുവിന്റെ സിഫത്തുകളെയും നിഷേധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 ഖായിദയാണ് ശൈഖുൽ ഇസ്ലാം ഈ പറയുന്ന 3 വിഭാഗങ്ങൾക്കും ഓരോ വിഭാഗത്തിനും ഓരോ ഖായിദ പറഞ്ഞിട്ടുണ്ട്. ഫമസലൻ യഅ്തിൽ അശ്ശരി, ഒന്നാമത്തെ വിഭാഗം അശ്ശരിയാക്കള്. ഇപ്പൊ നീ ഒരു അശ്ശരിന്റെ അടുക്കൽ വന്ന് നീ അവനോട് ചോദിക്കുകയാണ്, മാലക മാ തുസ്ബിത്തുൽ മഹബ്ബ, അല്ലാഹുവിന്റെ മഹബ്ബത്ത് എന്നുള്ള സിഫത്തിനെ നീ സ്ഥിരപ്പെടുത്തുന്നില്ലേ? വതുസ്ബിത്തുൽ അസ്മാ കുല്ലഹ, അതോടൊപ്പം നീ അള്ളാഹുവിന്റെ എല്ലാ പേരുകളെയും നീ സ്ഥിരപ്പെടുത്തുന്നു, എന്നാൽ അള്ളാഹുവിന്റെ മഹബ്ബത്ത് എന്ന സിഫത്തിനെ അവര് സ്ഥിരപ്പെടുത്തുന്നില്ല. അവിടെ 7 സിഫത്തുകൾ മാത്രമാണ് അവർ സ്ഥിരപ്പെടുത്തുന്നത്. അത് 7 എന്ന് പറയുന്നത്, ഒന്ന് അൽ ഹയാത്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യാണ് എന്നുള്ള സിഫത്ത്. 2 ഇൽമ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആലിമാണെന്നുള്ള സിഫത്ത്. മൂന്നാമത്തത് ഖുദ്റ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാദിറാണെന്നുള്ള സിഫത്ത്. നാലാമത്തെ അൽ ഇറാദ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവനാണെന്നുള്ള സിഫത്ത്. മൂന്നാമത്തെ അൽ കലാം, അള്ളാഹു തആല സംസാരിക്കുന്നവനാണ്. പിന്നെ അടുത്തത് വൽ ബസർ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നവനാണ്. പിന്നെ സമഅ്, അള്ളാഹു തആല കേൾക്കുന്നവനാണ്. ഈ 7 സിഫത്ത് മാത്രമാണ് അവര് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. അൽ ഹയാത്തു വൽ ഇൽമു വൽ ഖുദ്റത്തു വൽ ഇറാദത്തു വൽ കലാമു വൽ ബസറു വസ്സംഉ. അൽ ഹയാത്തു വൽ ഇൽമു വൽ ഖുദ്റ വൽ ഇറാദ വൽ കലാം വൽ ബസർ വസ്സംഉ. അപ്പൊ മഹബ്ബത്ത് എന്നുള്ള സിഫത്ത് ഈ 7 പെടുന്നതല്ല. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ മഹബ്ബത്ത് എന്ന സിഫത്തിനെ നീ നിഷേധിക്കുന്നു, അതോടൊപ്പം അള്ളാഹുവിന്റെ അസ്മാകളെല്ലാം നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ്? അതെങ്ങനെ ശരിയാവും? എന്തുകൊണ്ടാണ് നീ അള്ളാഹുവിന്റെ മഹബ്ബ എന്ന് പറയുന്ന സിഫത്തിനെ നിഷേധിക്കുന്നത്? അപ്പം പറയുന്ന മറുപടി, യഖൂൽ യനൽ മഹബ്ബ മൈലാനുൽ ഖൽബി ഇലൽ മഹ്ബൂബ്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഖൽബിന്റെ ചായലാണ്. ഒരാളുടെ ഹൃദയം അവൻ ഇഷ്ടപ്പെടുന്നതിലേക്ക് ചായുക, അതിനാണ് മഹബ്ബത്ത് എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു സിഫത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ആ സിഫത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പൂർണ്ണമായി കൊണ്ട് എടുത്തു കളയണം. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിൽ വരുത്തുന്ന പോരായ്മയാണ്, അത് പാടില്ല. അതുകൊണ്ടാണ് മഹബ്ബത്ത് എന്നുള്ള സിഫത്തിനെ നമ്മൾ നിഷേധിക്കുന്നതെന്ന് അവർ പറയും. അപ്പൊ അവനോട് ചോദിക്കുകയാണ്, നഖൂലു ലഹു അൻത തുസ്ബിത്തുൽ ഇറാദ. അപ്പൊ ഇറാദത്ത് എന്ന സിഫത്തിനെ നീ അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തിയിട്ടില്ലേ? ഇറാദ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവനാണ് എന്ന സിഫത്തിനെ നീ സ്ഥിരപ്പെടുത്തുന്നുണ്ടല്ലോ. അൻത തുസ്ബിത്തുൽ ഇറാദ അം ലാ, ഇറാദത്ത് എന്ന സിഫത്തിനെ നീ സ്ഥിരപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ? ഖാല, ശരി, എന്ത് പറയും? നാം ഉസ്ബിത്തുൽ ഇറാദ, ഇറാദത്ത് എന്ന സിഫത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥിരപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഫത്താണ്. അപ്പൊ അവനോട് പറയാം, ഇറാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈലുൻ നഫ്സിൽ അൽ മുറാദ്, അതാണ് ഇറാദ. ഒരു വ്യക്തിയുടെ നഫ്സ് അവൻ ഉദ്ദേശിക്കുന്നതിലേക്ക് ചായുന്നു, അതിനാണ് ഇറാദത്ത് എന്ന് പറയാം. അപ്പൊ അവിടെ അവന്റെ നഫ്സ്
അവൻ ഉദ്ദേശത്തിലേക്ക് ചായുന്നു. മഹബത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ കൽബ് അവൻ ഇഷ്ടപ്പെടുന്നതിലേക്ക് ചായുന്നു. അതാണ് രണ്ടും, വൽ ഇറാദ വൽ മഹബ്ബ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അശ്ശരി എന്ത് പറയും? ലാ നമാ ഉസബ്ബിതു ഹാദിൽ ഇറാദ അല്ലതി ഹിയ മൈലുൻ നഫ്സ് അന ഉസ്ബത്ത് ഇറാദ തലീഖു ബില്ലാ. അപ്പോൾ ഞാൻ സ്ഥിരപ്പെടുത്തുന്ന ഇറാദത്ത് ഈ ഇറാദത്തല്ല, അതായത് ഒരാളുടെ നഫ്സ് അയാൾ ഉദ്ദേശിക്കുന്ന ചായുക എന്നുള്ള ഈ ഇറാദത്തിനെയല്ല ഞാൻ സ്ഥിരപ്പെടുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചേർന്ന അള്ളാഹുവിന് മാത്രം യോജിച്ച ഇറാദത്തിനെയാണ് ഞാൻ സ്ഥിരപ്പെടുത്തുന്നതെന്ന് അശ്ശരി പറയും. നേരെ മറിച്ച് ഒരു നഫ്സ് അവൻ ഉദ്ദേശിക്കുന്നതിന് ചായുക എന്നുള്ള ഇറാദത്ത് അത് മഖ്ലൂഖീങ്ങളുടെ ഇറാദത്താണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഉദ്ദേശമാണ് അത് അള്ളാഹു താലക്ക് യോജിച്ചത്. അള്ളാഹു താലക്ക് യോജിച്ച തരത്തിലുള്ള ഇറാദത്തിനെയാണ്, അവന്റെ ജലാലത്തിന് യോജിച്ച ഇറാദത്തിനെയാണ് ഞാൻ സ്ഥിരപ്പെടുത്തുന്നതെന്ന് അശ്ശരി പറയും. അപ്പൊ അവനോട് പറയേണ്ടത് എന്താണ്? നഖൂലു ലഹു ഇദാ നഫൈതൽ മഹബ്ബ ലിഅന്നഹാ മൈലാനുൽ ഖൽബ്. അപ്പൊ നീ മഹബ്ബത്തിനെ നിഷേധിച്ചു, മഹബ്ബത്തിന്റെ സിഫത്തിനെ നിഷേധിച്ചു, കാരണം അത് ഒരുടെ കൽബ് അയാൾ ഇഷ്ടപ്പെടുന്നതിലേക്ക് ചായുക എന്നതാണ് എന്നതുകൊണ്ട് നീ അതിനെ നിഷേധിച്ചു അള്ളാഹുവിനെ തൊട്ട്. ഫലിമാദാ മാ തഖൂൽ ഫിൽ മഹബ്ബ കമാ ഖുൽത ഫിൽ ഇറാദ. അങ്ങനെയാണെങ്കിൽ ഇറാദത്തിന്റെ കാര്യത്തിൽ നീ പറഞ്ഞ അതേ വാക്ക് എന്തുകൊണ്ടാണ് മഹബ്ബത്തിന്റെ കാര്യത്തിൽ നീ പറയാത്തത്? അതായത് അള്ളാഹു തആലക്ക് മഹബ്ബത്തിന് സിഫത്തുണ്ട്, പക്ഷേ അത് അള്ളാഹു തആലക്ക് യോജിച്ച രീതിയിലുള്ള മഹബ്ബത്താണ്, അത് മഖ്ലൂഖിങ്ങളുടെ മഹബ്ബത്ത് പോലെയല്ല എന്ന് നീ എന്തുകൊണ്ടാണ് പറയാത്തത്? വമഹബ്ബത്തുല്ലാഹി തലീഖു ബിജലാലിഹി കമാ തഖൂലു ഫിൽ ഇറാദ. ഇറാദത്തിന്റെ കാര്യത്തിൽ നീ പറഞ്ഞതുപോലെ തന്നെ മഹബ്ബത്ത് എന്നുള്ളത് അള്ളാഹു തആലക്ക് യോജിച്ച രീതിയിലുള്ളത്. കാരണം അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ടുള്ളവരും അവർക്കും മഹബ്ബത്ത് എന്ന് പറയുന്ന സിഫത്തുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ സിഫത്ത് അള്ളാഹുവിന്റെ ജലാലത്തിന് ചേർന്ന രീതിയിലുള്ളതാണ്. അൽ ഇറാദ ഇറാദത്തുൽ മഖ്ലൂഖ് മൈലാനുൻ നഫ്സ് ഇറാദത്തുല്ലാഹി തലീഖു ബിജലാലിഹി ലൈസത് കഇറാദത്തുൽ മഖ്ലൂഖ്. അതോടുകൂടി അതവിടെ അവസാനിപ്പിക്കും. ഇൻതഹൈന. ആ ഒരു അവസരത്തിൽ അശ്ശരി പറയാൻ നിർബന്ധിതനായി തീരുന്നെങ്കിൽ അവൻ പറയാൻ യഖൂൽ അന മഅക്കും ഖലാസ്, പറയും ഞാൻ നിങ്ങളുടെ കൂടെയാണ്, അഹ്ലുസുന്നത്തിന്റെ കൂടെയാണ്, ബാക്കിയുള്ള സിഫത്തുകളെ കൂടി ഞാൻ സ്ഥിരപ്പെടുത്തും. 7 സിഫത്തുകൾ സ്ഥിരപ്പെടുത്തി അതിന് കൂടെ നിഷേധിച്ച എല്ലാ സിഫത്തുകളെയും ഞാൻ സ്ഥിരപ്പെടുത്തും. അങ്ങനെ അഹ്ലുസുന്നത്തിന് കൂടെ അവൻ വരും. അല്ലെങ്കിൽ എന്തു ചെയ്യും? യൻസറിഫ് ഇലൽ മുഅ്തസില. മുഅ്തസിലിയാക്കളിലേക്ക് പോകും. മുഅ്തസിലിയാക്കളുടെ വിശ്വാസം എന്താണ്? സിഫത്തുകളെ മൊത്തമായിക്കൊണ്ട് നിഷേധിക്കുക. പിന്നെ അവിടെ ഇതിനെ മാത്രം 7 മാത്രം സ്ഥിരപ്പെടുത്തേണ്ടതില്ല. ഒന്നുകിൽ അവൻ അഹ്ലുസുന്നയുടെ കൂടെ വരും, അല്ലെങ്കിൽ മുഅ്തസിലിയാക്കളിലേക്ക് പോകും. യഖൂൽ ഖലാസ് അന സാദഖുൽ മഅൽ മുഅ്തസില മാ ഫി ദാഇ ഇസ്ബത സിഫാത്ത് സബ സിഫാത്ത്. അപ്പോൾ 7 സിഫത്തുകൾ മാത്രം അവിടെ സ്ഥിരപ്പെടുത്തേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ മുഅ്തസിലിയാക്കളുടെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോകും. ഇനി മുഅ്തസിലിയാക്കളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവരെല്ലാം അസ്മാകളെ നിഷേധിക്കുന്നവരാണ്, എന്നാൽ അസ്മാകളെ സ്ഥിരപ്പെടുത്തുന്നവരാണ്, സിഫത്തുകളെല്ലാം നിഷേധിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് അവർ സിഫത്തുകളെ നിഷേധിക്കുന്നത്? അവർ പറയും ലിഅന്നഹു ലാ യത്തസിഫു ഇല്ലാ മഖ്ലൂഖ് ബിസ്സിഫാത്ത്. ഈ സിഫത്തുകളൊക്കെ ഒരു മഖ്ലൂഖിന് മാത്രമേ ചേരുകയുള്ളൂ, സൃഷ്ടാവിന് ചേരുന്ന സിഫത്തുകളല്ല ഇതെല്ലാം ചേരുന്നത് സൃഷ്ടികൾക്കാണ്. ലാ യത്തസിഫു ഇല്ലാ മഖ്ലൂഖ്. ഇത്തരത്തിലുള്ള സിഫത്തുകളെ കൊണ്ട് വിശേഷിപ്പിക്കാവുന്നത് മഖ്ലൂഖുകളെ മാത്രമാണ് എന്നവർ പറയും. അതുകൊണ്ട് അള്ളാഹുവിനെ തൊട്ട് എല്ലാ സിഫത്തിനെയും അവർ നിഷേധിക്കും. അപ്പൊ അവരോട് പറയുന്നത് നഖൂലു ലഹും അൽ ഖൗൽ ഫിൽ അസ്മാ കൽ ഖൗൽ ബിസിഫാത്ത്. അതായത് അവര് നേരെ തിരിച്ച്, അതായത് സിഫത്തുകളെ കുറിച്ച് നിങ്ങൾ മോശമായി സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്നത് ഏതുപോലെ തന്നെയാണ് അസ്മാകളെ നിഷേധിക്കുന്നത് പോലെയാണ്. സിഫത്തുകളെ നിഷേധിക്കുന്നത് അള്ളാഹുവിന്റെ അസ്മാകളെ നിഷേധിക്കുന്നത് പോലെ തന്നെയാണ്. അൽ മഖ്ലൂഖുൻ ലഹും അസ്മാ. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കും പേരുകളുണ്ട്, അള്ളാഹുവിനും പേരുകളുണ്ട്. പിന്നെ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സിഫത്തുകൾക്ക് പേരുകൾ, അള്ളാഹുവിന് സിഫത്തുണ്ട്, അതുപോലെ അള്ളാഹുവിന്റെ മഖ്ലൂഖുകൾക്ക് സിഫത്തുകളുണ്ട്. എന്തുകൊണ്ട് സിഫത്തുകളെ മാത്രം നിഷേധിക്കുന്നു, അസ്മാകളെ നിഷേധിക്കുന്നില്ല എന്നവരോട് ചോദിക്കുന്നു. അപ്പം പറയും ലാ അന ഉസ്ബത്തു ലില്ലാഹി അസ്മാ തലീഖു ബിജലാൽ. പറയും ഞാൻ അള്ളാഹു തആലക്ക് പേരുകൾ സ്ഥിരപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ജലാലത്തിന് യോജിച്ച പേരുകളാണ്, യോജിച്ച തരത്തിലാണ് സ്ഥിരപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾപ്പെട്ട ഏതെങ്കിലും ഒരു പേര്, ആ പേര് അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ജലാലത്തിന് അർഹമായിട്ടുള്ള രീതിയിലാണ്, മറ്റ് മഖ്ലൂഖുകളുടെ പോലെയല്ല എന്നവൻ പറയും.
ഖാല വലിൽ മഖ്ലൂഖ് അസ്മ തലീഖു ബിഹി ഫനഖൂൽ ഇദൻ ലിമാദാ മാ തഖൂലു ഫിസ്സിഫാത്ത് കമാ തഖൂലു ഫിൽ അസ്മാ. അവനോട് പറയാ, അസ്മായുടെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് നീ സിഫത്തിന്റെ കാര്യത്തിൽ പറയുന്നില്ല? അങ്ങനെയാണ് നീ പറയേണ്ടത്. എന്താണ്? അല്ലാഹു തആലക്ക് സിഫത്തുകളുണ്ട്, അല്ലാഹു തആലക്ക് യോജിച്ച രീതിയിൽ. അതേപോലെ മഖ്ലൂക്കുകൾക്ക് സിഫത്തുകളുണ്ട്, മഖ്ലൂക്കുകളുടെ അജിസിനും ദഅഫിനും ചേർന്ന രീതിയിൽ എന്നാണ് നീ പറയേണ്ടത്. അങ്ങനെ ആ ഒരവസ്ഥയിൽ അവനും നിർബന്ധനായി തീരും. അതായത് അവനെ സംബന്ധിച്ചിടത്തോളം ഈ ശറഈ ആയിട്ടുള്ള തെളിവുകൾ അവർ സ്വീകരിക്കില്ല. അവിടെയാണ് നമ്മൾ അഖലി ആയിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരുന്നത്, ബുദ്ധിപരമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരുന്നത് അവിടെയാണ്. അള്ളാഹുവിന്റെ അസ്മാകളെ നീ സ്ഥിരപ്പെടുത്തുന്നു. അതെങ്ങനെയാണ്? അള്ളാഹുവിന്റെ ജലാലത്തിന് യോജിച്ച രീതിയിൽ. അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ സിഫത്തുകളെയും സ്ഥിരപ്പെടുത്തേണ്ടത്. അപ്പം പറയും അനമാക്കും. ഒന്നുകിൽ അവൻ പറയും ഞാൻ നിങ്ങളുടെ കൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നേരത്തെ അസ്മാകളെ സ്ഥിരപ്പെടുത്തിയിരുന്നു, ഇപ്പോൾ സിഫത്തുകളെ കൂടി അവൻ സ്ഥിരപ്പെടുത്തും അള്ളാഹുവിന്റെ ജലാലത്തിന് യോജിച്ച രീതിയിൽ. ഫയദ്ഖുൽ മാ അഹ്ലിസ്സുന്ന ഔ യദ്ഹബ്. ഒന്നുകിൽ അവൻ അഹ്ലുസുന്നത്തിന്റെ കൂടെ, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? മുഅ്തസിലിയാക്കളെ വിട്ടടുത്തത് ജഹ്മിയാക്കളുടെ അടുക്കിലേക്ക് പോകും. അതായത് സിഫത്തുകളെയും അസ്മാകളെയും മൊത്തമായി നിഷേധിക്കുന്ന ജഹ്മിയാക്കളുടെ അടുത്തേക്ക് പോകും. ഇനി ജഹ്മിയാക്കൾക്കുള്ള കായിക എന്താണ്? അവരെ അസ്മാകളെയും സിഫത്തുകളെ നിഷേധിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുന്നത് അള്ളാഹുവിന്റെ ദാത്തിനെ നിഷേധിക്കുന്നത് പോലെയാണ്. അള്ളാഹുവിന്റെ ദാത്തിനെ തന്നെ നിഷേധിക്കുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുന്നത്. ഇപ്പൊ ഒരു ജഹ്മിയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ അള്ളാഹുവിന്റെ സിഫത്തിനെയും അള്ളാഹുവിന്റെ അസ്മാകളെയും നിഷേധിക്കുന്നത്? അവൻ പറയും, അത്തരത്തിലുള്ള പേരുകളും അത്തരത്തിലുള്ള സിഫത്തുകളും അള്ളാഹുവിന്റെ മഖ്ലൂക്കിനല്ലാതെ വിശേഷിക്കപ്പെടുകയില്ല, അള്ളാഹുവിന്റെ മഖ്ലൂക്കുകളല്ലാതെ അത്തരത്തിലുള്ള പേരുകൾ വിളിക്കപ്പെടുകയില്ല എന്ന് ജഹ്മി പറയും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനുഷ്യരെ വിളിക്കുന്ന പേരുകൾ വെച്ച് വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മനുഷ്യരുടെ സിഫത്തുകൾ പോലെയുള്ള സിഫത്തുകൾ അള്ളാഹുവിന് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നവൻ പറയും. അപ്പൊ അവനോട് പറയണം, ഇതാണ് തുസ്ബിത്തു ദാത്ത്. അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹു തആലക്ക് ദാത്തുണ്ട് എന്നുള്ള കാര്യം നീ സ്ഥിരപ്പെടുത്തുന്നുണ്ടോ? അള്ളാഹുവിന് ദാത്തുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. ദാത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദാത്ത് അസ്തിത്വം. അള്ളാഹു തആലക്ക് ദാത്തുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പൊ അവനോട് എന്താ പറയാ? അള്ളാഹു സുബ്ഹാനഹു വ തആല ദാത്ത് നമ്മുടെ മുന്നിൽ കാണുന്നില്ല, പക്ഷേ അള്ളാഹുവിന്റെ മഖ്ലൂഖീങ്ങളുടെ ദാത്ത് നമ്മൾ കാണുന്നു. മനുഷ്യന്മാരുടെ ദാത്ത് നമ്മൾ കാണുന്നുണ്ട്, അതല്ലാത്ത അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളുടെ ദാത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നീ പറയുന്നു അള്ളാഹു തആലക്ക് ദാത്തുണ്ട്, അള്ളാഹുവിന്റെ മഖ്ലൂഖീങ്ങൾക്കും ദാത്തുണ്ട്. അപ്പൊ എന്താണ് പറയാ? പറയും ലിൽ മഖ്ലൂഖ് ദാത്ത് തലീഖു ബിഹി വലില്ലാഹി ദാത്ത് തലീഖു ബിഹി. പറയും അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ദാത്തുണ്ട്, അവർക്ക് യോജിച്ച രീതിയിലുള്ള ദാത്തുണ്ട്, അള്ളാഹു തആലക്ക് അവന് ചേർന്ന രീതിയിലുള്ള ദാത്തുമുണ്ട് എന്ന് ജഹ്മി പറയും. അപ്പൊ ജഹ്മിയാക്കൾ അള്ളാഹുവിന്റെ ദാത്തിനെയും വുജൂദിനെയും ഒക്കെ സ്ഥിരപ്പെടുത്തുന്നവരാണ്. അള്ളാഹു ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നവരാണ്, അള്ളാഹുവിന് ദാത്തുണ്ടെന്ന് സ്ഥിരപ്പെടുത്തുന്നവരാണ്. അവൻ പറയും അള്ളാഹു സുബ്ഹാനഹു വ തആല മൗജൂദാണ്. അല്ലാഹു മൗജൂദ് വദ്ദാത്ത് തലീഖു ബിഹി വവുജൂദുഹു യലീഖു. അള്ളാഹു തആലക്ക് അവന് ചേർന്ന ദാത്തുണ്ട്, അവനുണ്ട് എന്ന് പറയുന്നവരാണ് ജഹ്മിയാക്കൾ. അപ്പൊ നമ്മൾ അവനോട് പറയേണ്ടത് എന്താണ്? റഅയ്ന അന്നൽ മഖ്ലൂഖ് ലഹു വുജൂദ് വലഹു ദാത്ത്. നമ്മൾ കാണുന്നു അള്ളാഹുവിന് സൃഷ്ടികളായിട്ടുള്ള ഈ മനുഷ്യർ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോ അവർക്ക് ദാത്തുണ്ട്, അവർക്ക് വുജൂദുമുണ്ട്. വുജൂദ് എന്ന് പറഞ്ഞാൽ അവര് നിലവിൽ അവിടെ ഉണ്ട്, അവർക്ക് ദാത്തുമുണ്ട്, ആ അസ്തിത്വമുണ്ട്, അവർക്ക് ശരീരമാണെങ്കിൽ അങ്ങനെ. അപ്പൊ അവരുടെ വുജൂദും അവരുടെ ദാത്തും എല്ലാം ഉണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തുണ്ട് എന്ന് നീ പറയുന്നതും അതുപോലെ തന്നെ ആകില്ലേ എന്ന് അവനോട് പറഞ്ഞ അവന് പറയും ലാ വല്ലാഹ് വലില്ലാഹി ദാത്ത് തലീഖു ബിഹി വവുജൂദ് യലീഖു ബിഹി. അവൻ പറയും അല്ലാഹു തആലക്ക് ചേർന്ന രീതിയിലുള്ള അവന്റെ ജലാലത്തിന് അദമത്തിന് ചേർന്ന രീതിയിലുള്ള ദാത്തും വുജൂദുമാണ് അല്ലാഹു തആലക്കുള്ളത്, നേരെ മറിച്ച് സൃഷ്ടികളുടെ പോലെയല്ല എന്നവൻ പറയും. അങ്ങനെ ആ അവസ്ഥയിൽ അവനെന്ത് പറയണം? അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അസ്മാകളും സിഫാത്തുകളുമുണ്ട്, മനുഷ്യർക്കും അസ്മാകളും സിഫാത്തുകളുമുണ്ട്, അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും അവന്റെ ജലാലത്തിന് യോജിച്ച രീതിയിലാണെന്ന് അവൻ പറയണം. അങ്ങനെ പറയാൻ അവൻ നിർബന്ധിതനായിത്തീരും. അങ്ങനെ ഒന്നുകിൽ അവൻ അഹ്ലുസുന്നത്തിന്റെ കൂടെ വരും, അല്ലെങ്കിൽ എവിടെ പോവും? ഫലാസിഫകളുടെ കൂടെ പോവും. ഫൽസഫ
തത്വശാസ്ത്രം പറയുന്ന ആളുടെ കൂടെ പോകും. അതായത് അല്ലദീന യഖൂലൂൻ അല്ലാഹു ലാ മൗജൂദ് വലാ ഗൈറു മൗജൂദ്. അതാണ് ഫലാസിഫ, ഫിലോസഫേഴ്സ്. അള്ളാഹു ഉണ്ടെന്നും പറയില്ല, ഇല്ല എന്നും പറയില്ല. അള്ളാഹു ലാ മൗജൂദ് വലാ ഗൈറു മൗജൂദ്. അള്ളാഹു ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ല എന്നും പറയുന്നില്ല. വലാ ദാഖിലൽ ആലം വലാ ഖാരിജൽ ആലം വലാ കദാ വലാ കദാ. അപ്പൊ അങ്ങനെ ഈ തശ്ബീഹിൽ നിന്നാണ് ഈ പോക്ക് പോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മഖ്ലൂക്കുകൾ സാദൃശ്യപ്പെടും എന്ന ആ തശ്ബീഹ് ഭയപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഇതിലേക്ക് എത്തിപ്പെട്ടത്. അവസാനം എന്തായി തീർന്നു? അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. നഖൂലു അല്ലദീന യഖൂലൂന അല്ലാഹു ലാ മൗജൂദ് വലാ ഗൈറു മൗജൂദ് ഖാലൂ ലിഅന്നൽ മഖ്ലൂഖ് ലഹു ദാത്തുൻ വവുജൂദ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഫിലോസഫേഴ്സ്? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ല എന്നും പറയുന്നില്ല. അതിന് പറഞ്ഞ കാരണം അള്ളാഹുവിന് സൃഷ്ടികൾക്ക് ദാത്തുണ്ട്, അള്ളാഹുവിന് സൃഷ്ടികൾക്ക് വുജൂദുണ്ട്. അപ്പൊ അള്ളാഹുവിന് ദാത്തുണ്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടലായി. അള്ളാഹുവിന് വുജൂദുണ്ടെന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് സാദൃശ്യപ്പെടലായി. അതുകൊണ്ട് അവർ പറയും അള്ളാഹു ഉണ്ടെന്നും പറയില്ല, ഇല്ലെന്നും പറയില്ല. ഫനഹ്നു നുനസ്സിഹുല്ലാഹ അസ്സ വജല്ല അൻ കുല്ലി മാ യത്തസിഫു ബിൽ മഖ്ലൂഖ്. എന്നിട്ട് അവർ പറയും മഖ്ലൂക്കുകൾക്ക് വിശേഷിപ്പിക്കപ്പെടുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ അള്ളാഹുവിനെ ആ കാര്യത്തിൽ നിന്ന് അള്ളാഹുവിനെ ഉയർത്തും. ഹത്ത ദാത്ത് വൽ വുജൂദ്. ഏതുവരേക്കും? ദാത്തും വുജൂദും അതിന്റെ കാര്യത്തിൽ വരേക്കും അള്ളാഹുവിനെ തൊട്ട് അത് നിഷേധിക്കും. നഖൂൽ ഇദാ ഹറബ്തും മിനത് തശ്ബീഹ് ബിൽ മൗജൂദാത്ത് ഫശബ്ബഹ്തുമൂഹു ബിൽ മഅദൂമാത്ത്. അപ്പോ മൗജൂദാത്തായിട്ടുള്ള കാര്യങ്ങളിൽ തശ്ബീഹ് ഭയപ്പെട്ടുകൊണ്ട് അവരെത്തിപ്പെട്ടത് എവിടെയാണ്? മഅദൂമായിട്ടുള്ള കാര്യങ്ങളോട് തശ്ബീഹ് ചെയ്യപ്പെടുന്നതിലേക്കാണ്. അത് മൗജൂദായിട്ടുള്ള കാര്യങ്ങൾ, അത് നിലവിൽ നിലനിൽക്കുന്ന വസ്തുക്കളോട് അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടികളോട് സാദൃശ്യപ്പെടും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവരോടി അവസാനം ഒന്നുമില്ലാത്തതിനോട് അള്ളാഹുവിനെ തശ്ബീഹ് ചെയ്തു. ഒന്നുമില്ലാത്തതിനോട് മഅദൂമായിട്ടുള്ളതിനോട് അള്ളാഹു തആലയെ സാദൃശ്യപ്പെടുത്തി. അതാണ് അവരെത്തിപ്പെട്ട അവസ്ഥ. അപ്പൊ അവർ അള്ളാഹു തആലയെ അവസാനം തശ്ബീഹ് ചെയ്ത് സാദൃശ്യപ്പെടുത്തി എന്തിനോടാണ്? മഅദൂമിനോടാണ്, ഒന്നുമില്ലാത്തതിനോടാണ്. فجحد الأسماء والصفات أراد المؤلف منها إشارة إلى أن هذا خلل في التوحيد. അപ്പോൾ അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുക എന്നുള്ളത് തൗഹീദിലുള്ള പോരായ്മയാണ്. അതാണ് ഈ ബാബ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അത് ബാക്കി അടുത്ത ദിവസം. സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ألم تر إلى الذين يزعمون أنهم